ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ മത്തനില തോരൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ്. ഇവിടെ എനിക്ക് കുറച്ച് മത്തനില കിട്ടിയപ്പം അത് കളയാതെ തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നു. മത്തനില എടുക്കുമ്പോൾ അധികം മുറ്റാത്ത ഇല എടുക്കാൻ ശ്രദ്ധിക്കുക. മത്തനിലയുടെ പുറകിലെ ചെറിയ പ്രാണികളൊക്കെ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി അതില്ലാത്ത ഇലകൾ നല്ലത് പറിച്ചെടുക്കുക, അല്ലെങ്കിൽ അത് കഴുകി വൃത്തിയാക്കി എടുക്കുക. അതുപോലെ കഴുകി വൃത്തിയാക്കിയ ഇലയാണിത്. ഇതൊന്നിങ്ങനെ കശക്കിയെടുക്കുക. ഈ മത്തനിലയിൽ ചെറിയ നാരുകൾ പോലെ കാണും. അത് ഒന്ന് മാറാൻ വേണ്ടിയിട്ട് കൈ വെച്ചതുകൊണ്ട് ഇങ്ങനെ ഒന്ന് കശക്കി എടുത്തിട്ട് വേണം ഇത് അരിഞ്ഞെടുക്കാൻ. എല്ലാ ഇലകളും ഇങ്ങനെ ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് അരിഞ്ഞെടുക്കുക. ചീരയ്ക്കൊക്കെ അരിഞ്ഞെടുക്കുന്ന പോലെ അരിഞ്ഞെടുക്കുക. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എടുത്തു വെച്ച ഇലയാണ്. ഞാൻ ഓൾറെഡി ഇത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സോഫ്റ്റ് ആക്കാതെ നമ്മൾ തോരൻ വെക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയൊരു നാക്കിനൊരു ചൊറിച്ചിലോ ഇറിറ്റേഷൻ പോലൊക്കെ തോന്നാം. ഇനി അരപ്പിന് വേണ്ടി അരയ്ക്കാനുള്ള തേങ്ങ ഒരു 3/4 കപ്പ്, 2-3 ഉള്ളി, ഒരു 7-8 അല്ലി വെളുത്തുള്ളി, 10 അല്ലി എടുത്താലും കുഴപ്പമില്ല. പിന്നെ പച്ചമുളക് ഒരു ചെറിയ 2 മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്തിട്ട് മിക്സിയുടെ ചെറിയ ബൗളിലിട്ട് ഒന്ന് ചതച്ച് എടുത്ത് വെക്കുക. ഉപ്പ് ഒരു ഏകദേശം 1/2 ടീസ്പൂണൊക്കെ മതി. മഞ്ഞൾ ഒരു 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഉപ്പൊക്കെ നിങ്ങൾ എത്ര ഇലയാണ് എടുത്ത് അരിഞ്ഞെടുക്കുന്നതിനനുസരിച്ച് ചേർത്താൽ മതി. ഇതേ അളവിൽ തന്നെ ആയിരിക്കണം എന്നില്ല. എല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ചതച്ചെടുക്കുക. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് തോരനാക്കാം. ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇടുക. കടുക് പൊട്ടുമ്പോഴത്തേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചതപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. തേങ്ങ ഒന്ന് നല്ല വഴറ്റിയെടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ പച്ച ചുവയൊക്കെ മാറുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തനില കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. മത്തനില ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കുക. വഴറ്റിയെടുക്കുമ്പോഴത്തേക്ക് ഈ ഇല ഇതിൻ്റെ 4/1 കാണത്തുള്ളൂ. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം. ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. ചീരയൊക്കെ തോരൻ വെക്കുമ്പോൾ പെട്ടെന്ന് കുക്കാവും. അതുപോലെ ഇതും പെട്ടെന്ന് കുക്കാവുമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഇതിന് ചീരയേക്കാളും കുറച്ചുകൂടെ വേവുണ്ട്. ഇപ്പോൾ തുറന്ന് നോക്കിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അത് വെന്തോന്നൊന്ന് കഴിച്ച് നോക്കുക. അത് വെന്തിട്ടില്ലെങ്കിൽ കുറച്ച് നേരം കൂടെ ഇതുപോലെ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഞാനിപ്പോൾ കഴിച്ച് നോക്കി, പക്ഷേ ഇത് കുറച്ചുകൂടെ വേവാനുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം കൂടെ ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യുകയാണ്. വീണ്ടും തുറന്ന് നോക്കി വെള്ളമയം വല്ലതും ഉണ്ടെങ്കിൽ ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മത്തനിലയൊക്കെ കിട്ടുമ്പോൾ കളയാതെ ഇങ്ങനെ തോരൻ വെച്ച് നോക്കുക. ഇലക്കറികളൊക്കെ വളരെ ഹെൽത്തിയാണ്. മത്തനില വെച്ചിട്ടൊരു സൂപ്പും കൂടെ ഞാൻ നെക്സ്റ്റ് വീക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. മത്തനില താളിപ്പെന്നൊക്കെ പറയും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. പുതുതായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത റെസിപ്പിയുമായിട്ട് കാണാം.